നിസ്കാരത്തിലുണ്ടാകുന്ന ചില ന്യൂനതകൾ, ചില തപ്പുകൾ കണ്ടല്ലേ, ആ തപ്പുകളെ പരിഹരിക്കാറുള്ളതാണ് സഹവിന്റെ സുജൂദ്. സഹവിന്റെ സുജൂദ് ചൊന്നെങ്കിൽ നിസ്കാരത്തിന്റെ ബണ്ട് തപ്പുകളെ പരിഹരിക്കുകയായിട്ട് സലാമിന്റെ മുന്നോലായിട്ട്, നിസ്കാരത്തിന് സലാം കിട്ടൂലേ, അതിന് മുന്നോലായിട്ട് 2 സുജൂദ് ആക്കണം. ഇതിക്ക് ചൊല്ലുന്ന പേരായിട്ട് സുജൂദാക്കണോ. ഏത് തപ്പായെങ്കിലാണ് ഫർദ് നഷ്ടപ്പെട്ടെങ്കിൽ നിസ്കാരമേ ബാത്തിലാവും. ഫർദ് നഷ്ടപ്പെട്ടെങ്കിൽ നിസ്കാരമേ ബാത്തിലാവുള്ളൂ. നിങ്ങൾ മടക്കി ബേലമേ നിസ്കരിക്കണം. സുന്നത്തായത് ഏതൊക്കെ? അദ്ആദ് സുന്നത്തിൽപ്പെട്ട, ഉദാഹരണത്തിന് ഒന്നാമത്തെ തശഹ്ഹുദ്, അതിനുശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ, അവക്ക് വേണ്ടിയുള്ള ഇരുത്തം അല്ലേ, ഏതിന് വേണ്ടിയിട്ട്? സ്വലാത്ത് ചൊല്ലൊക്കെ വേണമായിട്ടല്ലേ അത്. അതുപോലെ കുനൂത്ത്, കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ, ഇവക്ക് വേണ്ടി നിൽക്കൽ, ഇതിന് വേണ്ടി നിൽക്കൂല, കുടുംബത്തോടെ നിന്നിട്ടല്ലേ. ഒടുവിലെ തശഹ്ഹുദിന് ശേഷം നബിയുടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചൊല്ലൽ. ഇതിൽ തപ്പ് വന്നെങ്കിൽ സ്വന്തം ಗೊತ್ತಾಯ್ತല്ലേ, ഏതൊക്കെ? നബിയുടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി ഇരിക്കാം, കുനൂത്തില് നബിയുടെ കുടുംബത്തിന്റെ മേലെ സ്വലാത്ത് ചെല്ലാൻ വേണ്ടി നിൽക്കാം, അതുപോലെ കുനൂത്ത്, ഇങ്ങനെയുള്ള അബ്ആദ് സുന്നത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ തപ്പ് വന്നെങ്കിൽ, അത് ചൊല്ലിയിട്ടില്ല അല്ലെങ്കിൽ ആ ചെല്ലിയ വിഷയത്തിൽ തപ്പായിട്ട് എന്തെങ്കിലും ആയെങ്കിൽ അപ്പോ അതിക്ക് വേണമായിട്ട് എന്താക്കണോ? സഹവിന്റെ സുജൂദാക്കണം. അത് മാത്രല്ല നിസ്കാരത്തിന്റെ എണ്ണങ്ങൾ. ഇപ്പൊ 3 റക്അത്തുള്ള നിസ്കാരത്തില് 4ാമത്തെ റക്അത്തിൽ നീച്ചു, അപ്പൊ തപ്പായി ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു ഞങ്ങൾ പീലക്കീല് പോയാ. ഇനി അതുപോലെ തന്നെ എന്തായി? 4 റക്അത്തുള്ള നിസ്കാരം 5ാമത്തെ കഴിച്ചപ്പോ അങ്ങനെയായി, അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം 3ാം റക്അത്തിൽ തന്നെ അത്തഹിയ്യാത്തുൽ സലാം ഇട്ട് പോയപ്പോ സുബ്ഹാനല്ലാഹ് 4ാമത്തെ റക്അത്ത്. ഇങ്ങനെ എണ്ണത്തിന്റെ വിഷയത്തില് വിബന്ധെങ്കിൽ അപ്പറിപ്രായെങ്കിലും എന്താക്കണം? സഹവിന്റെ സുജൂദാക്കണം. ഫർദ് നഷ്ടപ്പെട്ടെങ്കിൽ നിസ്കാരം ബാത്തില്. സുന്നത്തുകളിൽപ്പെട്ട അല്ലെങ്കിൽ എണ്ണത്തിൽ അപ്പറിപ്രാവുമ്പോ ഞങ്ങൾ എന്താക്കണോ? സഹവിന്റെ സുജൂദാക്കണം. അത് സുന്നത്തായിട്ട് നമ്മൾ ഇരിക്കേണ്ടത് നോക്കിക്കോളി. സഹവിന്റെ സുജൂദ് ചെയ്യുമ്പോ നമ്മൾ ഇരിക്കേണ്ടത് തവറുക്കിന്റെ ഇരുത്തമാണ്. എന്തിന്റെ ഇരുത്തം ഇരിക്കാൻ പാടില്ല? ഇഫ്തിറാഷിന്റെ ഇരുത്തം എപ്പോഴാ ഇരിക്കല്? അവസാനം അത്തഹിയ്യാത്തിൽ സലാം കിട്ടുന്ന സന്ദർഭത്തിലാണ് അല്ലെ. അവസാന അത്തഹിയ്യാത്തിലും സലാം കിട്ടും. പക്ഷെ നമുക്ക് എന്തുണ്ട് ഇവിടെ? സഹവിന്റെ സുജൂദ് ചെയ്യാനുള്ള കാരണത്താൽ നമ്മൾ തവറുക്കിന്റെ ഇരുത്തം ഇരുന്ന് 2 സുജൂദ് ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ സലാം വീട്ടല്. ഉദാഹരണത്തിന് നമുക്ക് അത്തഹിയ്യാത്ത് ചെല്ലാലോ, അവസാനത്തെ അല്ലാഹു ഫിലിമാ അവിടുന്ന് ഓതിക്കോളി. അല്ലാഹു ഇപ്പോ 2 സുജൂദ് ചെയ്യണം. സുജൂദ് ചെയ്യൂ. അല്ലാഹു അക്ബർ. ഇവിടെ നമ്മൾ ചെല്ലേണ്ടത് ഇങ്ങനെയാണ്: സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. എങ്ങനെ? സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. പിന്നെ സുജൂദ് ചെയ്യും. അതേ വാക്കന്നെ പിന്നെ സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. സുബ്ഹാന മല്ലാ യനാമു വലാ യസൂഹ. പിന്നെ ഇനി ഇരിക്കുമ്പോ ഏത് ഇരുത്ത ഇരിക്കണം? ഇഫ്തിറാഷിന്റെ ഇരുത്ത ഇരിക്കണം.
ഇഫ്തിറാഷിൻ്റെ ഇരുന്നിട്ട് സലാം കിട്ടണം. അസ്സലാം.